ആളാണ് ഈ പെൺകുട്ടി. ഒരു നിമിഷം തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ആശ, ഈ ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിത മരിച്ചിരിക്കുന്നു. മുൻ സുഹൃത്തിന്റെ ആക്രമണത്തിനിരയായി കഴിഞ്ഞ 6 ദിവസമായി ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ പെൺകുട്ടി ഉള്ളത്. ഇപ്പോൾ എന്ത് തരത്തിലുള്ള നിയമ നടപടികളാണ് ഈ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്? ശരിയാണ്. ഒരു സംഭവം നടന്നതിന് ശേഷം ക്രൈം എടുക്കുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. കൃത്യമായി തന്നെ അത് അന്വേഷണം, തെളിവുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷയുണ്ടാവും നമുക്ക് ഉറപ്പുവരുത്താം. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം പ്രതികൾക്ക് നമ്മുടെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു വീഴ്ചയായിട്ട് വേണം കണക്കാക്കാനായിട്ടും. അതുപോലെ തന്നെ ഇത്തരം ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാമൂഹ്യ സോഷ്യൽ സയന്റിസ്റ്റുകൾ പറയുന്നത്. അതായത് വിവാഹമല്ലാത്ത ഇന്റിമേറ്റ് പാർട്ട്ണർ റിലേഷൻഷിപ്പിന്റെ അകത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കലാണ് പലപ്പോഴും പതിവ്. അത് സമൂഹമാണെങ്കിലും അത് പോലീസ് ആണെങ്കിലും കോടതി പോലും അത് അതിനെ കൃത്യമായി ഗൗരവത്തോടെ കാണുന്നില്ല. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം വലിയ വകുപ്പുകൾ ഇട്ട് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം വയലൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇടപെടാനുള്ള ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് ഉണ്ടാകുക എന്നുള്ളത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യപ്പെടുന്ന ആണുങ്ങളും ആ പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇടപെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വയലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമല്ല. സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ഫ്രസ്ട്രേഷനും കോംപ്ലക്സും മറ്റു കാര്യങ്ങളും തീർക്കാനുള്ള, അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ മറ്റ് ഇതുകൾ തീർക്കാനുള്ള സ്പേസ് അല്ല. പല രീതിയിലും ട്രോമറ്റൈസ് ചെയ്യുന്നുണ്ട്. അത് പണപരമായും സാമ്പത്തികമായും മാനസികമായും റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സ്ത്രീകളെ ട്രോമാറ്റൈസ് ചെയ്യുന്ന വലിയൊരു പ്രവണത കണ്ടുവരികയാണ്. അതിന്റെ ഒരു രക്തസാക്ഷിയായിട്ടാണ് ഈ പെൺകുട്ടിയുടെ മാറിയിരിക്കുന്നത്. ഓൾറെഡി ഒരു കേസിലെ അതിജീവിതയായിരുന്ന കുട്ടിയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയും അവസാനം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിലെങ്കിലും ഇനിയുള്ള ആളുകളെങ്കിലും തിരിച്ചറിയണം, ഇതൊരു ഐ ഓപ്പണായി മാറണം. ഒരിക്കലും ഇന്റിമേറ്റ് പാർട്ട്ണർ റിലേഷൻഷിപ്പ് വയലൻസ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഇടയിൽ വലിയ സാമൂഹ്യ ബോധവും വലിയ പുരോഗമനവാദവും ഒക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോഴും തനി പുരുഷ മേധാവിത്വ പഴയ മൂരാച്ചി സ്വഭാവങ്ങളും വൃത്തികെട്ട ആറ്റിറ്റ്യൂഡും സ്ത്രീകളെ ഏറ്റവും കമോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ ഇത് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അവരെ ആ രീതിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ്, കുടുംബത്തിൻ്റെതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെതാണ് എന്നും കൂടി തിരിച്ചറിയണം. ഏറെക്കുറെയും ലഹരിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് അടക്കം എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വേണ്ട രീതിയിലുള്ള ഒരു അവബോധം ഇപ്പോഴും ഇല്ലാത്തതിൻ്റെതാണോ ഇത്തരത്തിലുള്ള ഈ ഒരു അതിക്രമത്തിന് പിന്നിൽ? അല്ല, ഈ ലഹരി ഉപയോഗിക്കുന്ന പുരുഷനോ സ്ത്രീയോ ആവട്ടെ, അവര് ഉപദ്രവിക്കുന്നത് നാട്ടിൽ കാണുന്ന ഒരു പോലീസുകാരനെ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ റോട്ടിൽ കാണുന്ന ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. അവർ കൃത്യമായി ഉപദ്രവിക്കുന്നത് അവരുടെ കയ്യിലുള്ള അവരുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലുള്ള ആളുടെ നേരെയാണ്. എങ്ങനെയാണ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലുള്ള ഈ പാർട്ട്ണറുടെ നേരെ വയലൻസ് കാണിക്കാമെന്ന ഈ അധികാര മനോഭാവം ഇവരുടെ ഉള്ളിൽ എത്തുന്നത്? ഇവരുടെ ഫ്രസ്ട്രേഷനും ഇവരുടെ അധികാരവും ഇവരുടെ വൃത്തികേടും കാണിക്കാനുള്ള ആളാണോ ശരീരവും സ്ത്രീ മനസ്സും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവർ എന്ത് ഉപയോഗിച്ചാലും ശരി, ഇത് എങ്ങനെ ഇവർക്കത് ഒരു ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഇവരൊരിക്കൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആ സ്ത്രീയുടെ നേരെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ ചോദ്യം. അപ്പൊ ലഹരിയെ ഒരു കാരണമാക്കി എടുത്തിട്ട് ഇൻടോക്സിക്കേഷൻ ആണ് ഞാൻ ഇതിന്റെ ചെയ്ത റീസൺ എന്ന് പറഞ്ഞ ഡിഫൻസ് അവർക്ക് കൊടുക്കേണ്ടതില്ല. അതായത് ഞാൻ ഹൈലി ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എനിക്ക് എന്തെന്ന് അറിയില്ല എന്ന ഡിഫൻസ് ആണ് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാൻ പോണത്. അങ്ങനെ രക്ഷപ്പെടാനൊരു ചാൻസ് അവർക്ക് ഒരിക്കലും കൊടുക്കരുത്. അവരുടെ ഉള്ളിലുള്ള ക്രിമിനാലിറ്റി, ആ ക്രിമിനാലിറ്റി അവരെ കൃത്യമായി അവർക്ക് വളർത്തി കൊടുക്കുന്നത് ഈ ആൺകോയ്മ സമൂഹം തന്നെയാണ്. ഇവരെത്ര പുതിയ ന്യൂജനാണ്, ഇവര് ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചാലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി പഠിച്ചാലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഇപ്പോഴും സ്ത്രീയുടെ ശരീരത്തിന് നേരെയും മനസ്സിന് നേരെയും എന്തും ചെയ്യാമെന്ന, ഏത് വയലൻസും ഏതറ്റം വരെയും പോവാന്നുള്ള ആ വൃത്തികെട്ട മനോഭാവമാണ്. അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അതാണ് ഇല്ലാണ്ടാക്കേണ്ടത്.
അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹത്തിലേക്ക് ഒരിക്കൽ ഇത്തരത്തിലൊരു അതിക്രമത്തിന് ഇരയായി കഴിഞ്ഞു, പോക്സോ കേസുകളിലെ അതിജീവിതകൾക്ക് മതിയായ ഒരു പരിരക്ഷ, ഒരു ഉറപ്പ് നൽകാനുള്ള ഒരു സംവിധാനം ഇതില്ലേ? അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാത്ത ഒരു നിലപാടിലേക്ക്, പൊതുസമൂഹത്തിന്റെ മുന്നിൽ തങ്ങൾ ഒരിക്കൽ അപമാനിതരായി ക്രൂശിക്കപ്പെട്ടു, ഇനിയും ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കാനുള്ള വരാനുള്ളൊരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണോ ഈ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു പോക്ക്? ഇവിടെ നിയമത്തിന്റെ നിർവചനത്തിൽ പോലും ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു പുരുഷന് നേരെ ലൈംഗിക അതിക്രമം, അതായത് ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിയുടെ നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ ആ ആൺകുട്ടിയുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്നില്ല. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്നു. ഇങ്ങനെയാണ് സമൂഹം അവരെ രണ്ടുപേരെയും നോക്കിക്കാണുന്നത്. എന്നാൽ പോക്സോ നോക്കിക്കാണുന്നത് രണ്ടുപേരെയും കൂടെ നേരെ നടക്കുന്ന, ആണിന്റെയോ പെണ്ണിന്റെയോ ഇതര ജെൻഡറിൽപ്പെട്ട കുട്ടികളുടെയോ നേരെ നടക്കുന്ന അതിക്രമത്തെ കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക അതിക്രമമായി കാണുകയും ആ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയുമാണ്. പക്ഷെ ഇവിടെ പെൺകുട്ടി, അതായത് അവൾ ഈ ജെൻഡറിൽ, സ്ത്രീ എന്ന ജെൻഡറിൽ ജനിച്ചത് കൊണ്ട് മാത്രം അവളുടെ ശരീരത്തിന് നേരിട്ട അതിക്രമത്തിന്റെ ഒപ്പം തന്നെ അവളുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഉള്ള അവളുടെ അന്തസ്സിനെയാണ് സമൂഹം അവിടെ ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന സംഗതി, അതായത് നിങ്ങളുടെ അന്തസ്സിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അതിൽ നിന്നുള്ള സർവൈവർ, നിങ്ങൾ പറയുന്ന അതിജീവിത എന്ന വാക്കിലേക്ക് ഒരു സ്ത്രീ എത്തണമെങ്കിൽ, ഒരു പെൺകുട്ടി എത്തണമെങ്കിൽ ഈ സമൂഹം അവരെ നേരെ കളങ്കിതയായോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടുവെന്നോ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു തുടങ്ങിയ വൃത്തികെട്ട വാക്കുകൾ എടുത്തു കളയണം. ഒരു സ്ത്രീയുടെ നേരെ, ഒരു കുട്ടിയുടെ നേരെ, പോക്സോ ചെയ്യുന്ന ഒരു കുട്ടിയുടെ നേരെ ആൺ പെൺ ഇതര ജെൻഡർ വ്യത്യാസമില്ലാതെ നടത്തുന്ന അതിക്രമത്തിൽ പെൺകുട്ടിക്ക് മാത്രം ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്ന ആ അവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യണം. ആൺകുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഡിഗ്നിറ്റി മാത്രമേ, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അതിക്രമം മാത്രമാണ് പെൺകുട്ടിയുടെ ശരീരത്തിലും ഉണ്ടാകുന്നത്. ഒരു തരത്തിലും തല താഴ്ത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവനാണ് തല താഴ്ത്തിപ്പിടിക്കേണ്ടത്. കടിച്ചത് പേപ്പട്ടിയാണെങ്കിൽ പേപ്പട്ടിക്കാണ് പ്രശ്നമുള്ളത്, അതിനെയാണ് തല്ലിക്കൊല്ലേണ്ടത്, നമ്മളല്ല അകത്ത് കയറിയിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. തീർച്ചയായും ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായി വർദ്ധിച്ചു വരുന്ന ഇത്തരം അതിക്രമങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം പൂർണ്ണമായും ഈ ലഹരി ഉപയോഗത്തിന് മേൽ കെട്ടിവെക്കുന്ന ഒരു പ്രവണത തന്നെയാണ് കൂടുതലായും നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരത്തിൽ ഈ പ്രതി ലഹരിക്കടിമയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴെപ്പോഴും ഈ അതിക്രമങ്ങളുടെ ഉത്തരവാദിത്തം ലഹരിക്ക് മാത്രം വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇതൊരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയാണോ? അതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു ഡിഫൻസ്, അതായത് ഒരു ഡിഫൻസ് വക്കീൽ എന്ന നിലയിൽ പറയുമ്പോൾ കുറ്റം ചെയ്ത പ്രതിയുടെ ആൾക്കാർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ വക്കീലിനോ അല്ലെങ്കിൽ പ്രതിക്കോ കിട്ടുന്ന വലിയ ആനുകൂല്യമാണ്. ഞാൻ ലഹരി ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒറ്റയ്ക്കല്ല ലഹരി ഉപയോഗിച്ചത്, എൻ്റെ കൂട്ടുകാർ എനിക്ക് തന്നതാണ്, അല്ലെങ്കിൽ അവൾ നിർബന്ധിച്ചതാണ് എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ലഹരിനെ മറയാക്കിക്കൊണ്ട് ചെയ്യണ്ട. നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി, അതെനിക്കറിയില്ല പെർമിറ്റഡ് ലഹരിയാണോ അല്ലാത്ത ലഹരിയാണോ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെർമിറ്റഡ് അല്ലാത്ത ലഹരികൾ എങ്ങനെ ഈ കുട്ടികളുടെ കയ്യിലെത്തുന്നു, എങ്ങനെ ഈ അതിക്രമിക്കുന്ന ആളുകളുടെ കയ്യിലെത്തുന്നു? അപ്പൊ അവിടെയും നമ്മളുടെ തന്നെ സിസ്റ്റത്തിന്റെ വീഴ്ചയുണ്ട്, നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ വീഴ്ചയുണ്ട്. ഇവരൊക്കെ തന്നെ ഏതൊക്കെ രീതിയിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നുണ്ട്? ഇതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അതൊരു മറയാക്കിയിട്ട് അങ്ങനെ സ്ത്രീകളുടെ നേരെ അല്ലെങ്കിൽ കുട്ടികളുടെ നേരെ നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ, ലഹരിയല്ല അവിടെ കുറ്റവാളി, കുറ്റം ചെയ്യുന്ന ആളാണ് കുറ്റവാളി. ആ കുറ്റം ചെയ്യാനുള്ള ധൈര്യത്തിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ലഹരി പോലും അവർ ഉപയോഗിക്കുന്നുണ്ടാകുക എന്ന് വേണം നമ്മൾ അതിനെ കണക്കാക്കാനായിട്ട്. തീർച്ചയായും നന്ദി. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനാണ് നമ്മളോട് പ്രതികരിച്ചത്.